കുരങ്ങന്മാരെ കൂട്ടുകാർക്ക് ഇഷ്ടമല്ലേ? ഇനി നമുക്ക് മിടുമിടുക്കന്മാരായ കുരങ്ങന്മാരുടെ കഥ കേൾക്കാം. പണ്ടൊരു കാട്ടിൽ കൂട്ടുകാരായിരുന്ന 3 കുരങ്ങന്മാരുണ്ടായിരുന്നു. വലിയൊരു മരത്തിലായിരുന്നു 3 പേരുടെയും താമസം. അങ്ങനെ ഇരിക്കെ മറ്റൊരു കുരങ്ങൻ അതുവഴി വരുന്നത് അവർ കണ്ടു. സുഹൃത്തെ, നീ എവിടെ നിന്നാണ് വരുന്നത്? മുമ്പെങ്ങും നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ചങ്ങാതിമാരെ, അവനെന്തോ വിഷമമുണ്ടെന്ന് തോന്നുന്നു. നമുക്കവനെ സമാധാനിപ്പിക്കാം. ചങ്ങാതി, ഞങ്ങൾ ആ കാണുന്ന മരത്തിലാണ് താമസിക്കുന്നത്. നീയും ഞങ്ങളുടെ കൂടെ ചേർന്നോളൂ. നമുക്കൊന്നിച്ച് സന്തോഷമായി കഴിയാം. നോക്കൂ, ഞാൻ ആരുടെയും ചങ്ങാതിയല്ല. എനിക്ക് ചങ്ങാതിമാരെ തീരെ ഇഷ്ടവുമല്ല. എന്റെ കാട്ടിലെ കുരങ്ങന്മാരുടെ ശല്യം സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തിയാൽ ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകും. ഞങ്ങൾ കാരണം നീ എങ്ങോട്ടും പോകണ്ട. നീ ഇവിടെ തനിച്ചിരുന്നോളൂ. നിന്നെ ശല്യപ്പെടുത്താൻ ഞങ്ങളാരും വരില്ല. പിന്നെ അവർ അവരുടെ കളിയിലും ചിരിയിലും മുഴുകി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം അഹങ്കാരിയായ കുരങ്ങൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് അവനൊരു കുഴിയിൽ വീണു. വേട്ടക്കാർ ഒരുക്കിയ കെണിയായിരുന്നു അത്. കുഴിയിലെ മുള്ളുകളും കുപ്പിച്ചില്ലുകളും കൊണ്ട് അവന്റെ കൈകാലുകൾ മുറിഞ്ഞു. അവൻ എത്ര ശ്രമിച്ചിട്ടും തിരിച്ചു കയറാൻ കഴിഞ്ഞില്ല. അയ്യോ, അപ്പോൾ അതുവഴി പോയ കൂട്ടുകാർ ആ കരച്ചിൽ കേട്ടു. എന്താണെന്നറിയാൻ കുഴിയിലേക്ക് നോക്കിയപ്പോൾ അതിൽ കിടന്ന് കരയുന്ന കുരങ്ങിനെ അവർ കണ്ടു. ചങ്ങാതിമാരെ, എന്നെ എങ്ങനെയെങ്കിലും പിടിച്ചു കയറ്റ്, അല്ലെങ്കിൽ വേട്ടക്കാരനെ കൊണ്ടുപോകും. ഇത് കേൾക്കേണ്ട താമസം നല്ലവരായ 3 പേരും കൂടി ആ അഹങ്കാരിയെ രക്ഷിച്ചു. അവന് തന്റെ തെറ്റു മനസ്സിലായി. കൂട്ടുകാരെ, എന്നോട് ക്ഷമിക്കണം. എനിക്കിപ്പോഴാണ് കൂട്ടുകാരുടെ വില മനസ്സിലായത്. ഞാനിനി ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കില്ല. ഇന്നു മുതൽ നമുക്ക് ഒരുമിച്ച് സന്തോഷമായി കഴിയാം. അന്നു മുതൽ അവർ നല്ല ചങ്ങാതിമാരായി മാറി. ഈ കഥയിൽ നിന്നും സൗഹൃദത്തിന്റെ വില നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാവരും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക.